ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മമ്മൂട്ടി എന്ന് പറയുന്ന നടൻ്റെ 2025 എന്ന് പറയുന്ന വർഷം എങ്ങനെയാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നതെന്നാണ്. കാരണം ഇതിനകത്ത് നമ്മൾ എമ്പുരാൻ്റെ വീഡിയോകൾ ചെയ്യുമ്പോഴത്തേക്കും താഴെ കുറേ മമ്മൂട്ടി ഫാൻസ് വന്ന് പറയുന്നുണ്ട്, ഇതുപോലെ തള്ളാണ്, മറ്റേതാണ്, മറിച്ചതാണ്, ബിസിനസ് ലോസാണ്, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ എവിടെയെങ്കിലും കിട്ടുന്ന ന്യൂസ് കറക്റ്റായിട്ട് പറയുന്നതാണ്. പക്ഷേ അതിൻ്റെ താഴെ വന്നിട്ട് കുറേ മമ്മൂട്ടി ഫാൻസ് പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ കുറേ പേര് ഞാൻ മമ്മൂട്ടി ഫാനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത് സംസാരിക്കാൻ പോകുന്നത് മമ്മൂട്ടി എന്ന് പറയുന്ന നടന് എമ്പുരാൻ എന്ന് പറയുന്നത് പോലെ അത്രയും ഒരു സിനിമയ്ക്ക് ഒരു 250 കോടി രൂപയോളം തിയേറ്ററിൽ നിന്ന് കളക്ട് ചെയ്യുന്ന രീതിയിലുള്ള സിനിമ ഇനി എന്നെങ്കിലും ഉണ്ടാകുമോ എന്നാണ് എനിക്ക് പറയാനുള്ളത്. മോഹൻലാലിൻ്റെ മാർക്കറ്റ് മമ്മൂട്ടിക്കുണ്ടോ? ഇല്ല. അപ്പം നിങ്ങൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് തള്ളേണ്ട ആവശ്യമില്ല. ഞാൻ ഒരു മമ്മൂട്ടി ഫാൻ ആയതുകൊണ്ടല്ല ഞാൻ മോഹൻലാലിൻ്റെ മോഹൻലാൽ ഫാൻസുകാരുടെ തള്ളലുകളെ പൊളിച്ചത്. അല്ലാതെ എനിക്ക് ഞാൻ ഒരു മമ്മൂട്ടി ഫാൻ ആയതുകൊണ്ടല്ല, ഞാൻ ഈ യൂട്യൂബ് ചാനൽ ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനത്തെ വീഡിയോ ഇടുന്നത്. പക്ഷേ മമ്മൂട്ടി ഫാൻസുകാർക്ക് യാതൊരു യോഗ്യതയും ഇല്ല ഈ സിനിമയെക്കുറിച്ച് ഇത്രയും പറയാൻ. കാരണം ഈ സിനിമയ്ക്ക് 250 കോടി രൂപ അവർക്ക് കളക്ഷൻ നേടിയ സിനിമയാണ്. ഈ സിനിമയ്ക്ക് പറ്റിയ ഏക പ്രശ്നം എന്ന് പറയുന്നത് ഈ സിനിമയുടെ ബഡ്ജറ്റാണ്. ബഡ്ജറ്റ് നമുക്ക് ഒരു മലയാള സിനിമയ്ക്ക് താങ്ങാൻ പറ്റാത്തൊരു ബഡ്ജറ്റുമായിട്ട് ആണ് ഈ സിനിമ വന്നത്. അങ്ങനെയുള്ള സിനിമ വിജയിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇവർ നല്ല രീതിയിൽ സ്വപ്നം കണ്ടു ഈ സിനിമ വലിയ രീതിയിൽ ഉയരങ്ങളിൽ എത്തിക്കുന്നത്. അങ്ങനെ റെക്യൂവിനെ അവർ കൊണ്ടുവന്ന് മൊത്തം ഔട്ട്സൈഡ് ഇന്ത്യ പോലും മാർക്കറ്റ് പിടിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തി. പക്ഷേ അവർക്ക് അത് സാധിച്ചില്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, ഈ സിനിമ 250 കോടി രൂപയാണ് ഒരു ആവറേജ് അഭിപ്രായം നേടിയിട്ടും ഈ സിനിമ കളക്ട് ചെയ്തത്. അപ്പം മോഹൻലാലിൻ്റെ ഒരു പടം ഞാൻ പറയാൻ പോകുന്നത് ഏപ്രിൽ 25 ഇറങ്ങാൻ പോകുന്ന തുടരുമെന്ന് പറഞ്ഞ സിനിമ ഒരു മികച്ച പോസിറ്റീവ് അഭിപ്രായമാണ് ലഭിക്കുന്നതെങ്കിൽ ഈ സിനിമയ്ക്ക് കിട്ടാൻ പോകുന്ന റീച്ച് എന്ന് പറഞ്ഞാൽ വലിയ റീച്ചായിരിക്കും. കാരണം ഇപ്പം എമ്പുരാന് കിട്ടിയതിൻ്റെ മുകളിൽ ചിലപ്പോൾ കിട്ടാനുള്ള സാധ്യതയുണ്ട്. പ്രൊമോഷൻസിൻ്റെ ഒന്നും ആവശ്യമില്ല. കാരണം ദൃശ്യം എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങി പോകുന്ന ഒരു പ്രൊമോഷനും ഇല്ലായിരുന്നു. ആ സിനിമ മൗത്ത് പബ്ലിസിറ്റി കൊണ്ട് ക്ലിക്കായ സിനിമയാണ്. അത് ആദ്യത്തെ 75 കോടി രൂപ കളക്ട് ചെയ്ത സിനിമയാണ് ദൃശ്യം എന്ന് ആലോചിക്കണം. അപ്പം അതുപോലെ ഒരു സിനിമ മോഹൻലാലിന് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ എമ്പുരാൻ്റെ കളക്ഷനൊന്നും അല്ലാതായി മാറുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഈ എമ്പുരാൻ്റെ കളക്ഷൻ വെട്ടിക്കണമെങ്കിൽ 2 പേർക്ക് മാത്രമേ മലയാള സിനിമയിൽ സാധിക്കുകയുള്ളൂ. അത് ഒന്ന് മോഹൻലാൽ തന്നെ ഇതുപോലെ നല്ലൊരു ടീമുമായിട്ട് വരണം, അല്ലെങ്കിൽ ദുൽഖറിൻ്റെ ഐ ആം ഗെയിം എന്ന് പറഞ്ഞ സിനിമ, ആ സിനിമയ്ക്ക് ചിലപ്പം ഇതിൻ്റെ റെക്കോർഡുകൾ വെട്ടിക്കാൻ സാധ്യതയുണ്ട്. കാരണം അത് കേരളത്തിൽ നിന്ന് മാത്രമല്ല, കേരളത്തിൽ നിന്ന് ഒരുവിധം കളക്ഷൻ ഒരു ടോപ്പ് ഫസ്റ്റ് എത്തിയില്ലെങ്കിൽ പോലും ചിലപ്പോൾ എമ്പുരാൻ താഴെ നിന്നാൽ പോലും അത് കവർ ചെയ്യാൻ പോകുന്നത് ഈ ദുൽഖർ സൽമാൻ്റെ അതർ സ്റ്റേറ്റിലുള്ള മാർക്കറ്റ് വെച്ചിട്ടാണ്. കാരണം തെലുങ്കിലൊക്കെ ദുൽഖർ സൽമാൻ നല്ല രീതിയിലുള്ള മാർക്കറ്റ്, അവിടെ നിന്ന് പോലും ചിലപ്പോൾ 50 കോടി രൂപയ്ക്ക് മുകളിൽ കളക്ട് ചെയ്യാൻ സാധ്യതയുള്ള സിനിമകളാണ് ഇനി ദുൽഖർ സൽമാൻ്റെ ആയിട്ട് ഇറങ്ങാൻ പോകുന്ന സിനിമകൾ. അപ്പോൾ അത് ചിലപ്പം ഇതിനേക്കാൾ മുകളിൽ നിന്ന് ഇതിനേക്കാൾ അപ്പുറം കളക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അല്ലാതെ മമ്മൂട്ടി ഒരു സിനിമയ്ക്കും എമ്പുരാൻ്റെ കളക്ഷൻ മറികടക്കാനുള്ള ഒരു സാധ്യതയും ഇനി ഈ 2025 തൊട്ട് ഒരു 2035 വരെ സാധിക്കില്ല. അത് കഴിഞ്ഞ് ഇനി എന്തെങ്കിലും സംഭവിക്കണമെങ്കിലേ ഉള്ളൂ. 10 വർഷത്തേക്ക് ഇനി ഈ റെക്കോർഡ് മറികടക്കാൻ മമ്മൂട്ടി എന്ന് പറഞ്ഞ നടന് സാധിക്കില്ല. പിന്നെ നിങ്ങൾ എന്തിനാണ് ഇതിൻ്റെ താഴെ വന്നിട്ട് തള്ളാണ്, മറ്റേതാണ്, മറിച്ചതാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു പുതിയ വാക്ക് പറഞ്ഞുണ്ട്, 30 ദിവസം കൊണ്ട് എമ്പുരാൻ ഇത്ര കോടി രൂപ നേടി. 30 ദിവസം ആയിട്ടില്ല. 30 ദിവസം ആവാതെ തന്നെ അവർ 30 ദിവസം ഈ സിനിമ ബുക്കിംഗ് ആരംഭിച്ചത് തൊട്ടായിരിക്കും അവർ നോക്കുന്നത്. ചിലപ്പോൾ സിനിമ ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിച്ച തൊട്ടാണ് അതിൻ്റെ കളക്ഷൻ വന്നു തുടങ്ങിയത്. ചിലപ്പോൾ അതായിരിക്കും അവർ ഉദ്ദേശിച്ചത് 30 ദിവസം കൊണ്ടെന്നുള്ള കാര്യം. അങ്ങനെ നമുക്ക് വിചാരിക്കാം വേണമെങ്കിൽ. അപ്പം അങ്ങനെ ആയിരിക്കാം. പിന്നെ ചിലരൊന്ന് പറയുന്നു 325 കോടിയൊന്നും ഇല്ല, 250 കോടി എന്ന് പറഞ്ഞു. അവർ ബിസിനസ്സും കൂടെ ചേർത്താണ് 325 കോടി എന്ന് പറഞ്ഞാൽ അതിൽ ഒരു തള്ളലും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത്രത്തോളം ഈ സിനിമയ്ക്ക് ആദ്യത്തെ 2 ആഴ്ച ഭയങ്കരമായിട്ടുള്ള റഷ് ഉണ്ടായിരുന്നു. അത് സിനിമയ്ക്ക് ടിക്കറ്റ് കിട്ടാത്ത അവസ്ഥ പോലും ഉണ്ടായിരുന്നു. ഇതിനു മുമ്പ് നമുക്ക് ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായത് പുലിമുരുകി ഇറങ്ങിയ സമയത്തായിരുന്നു. അപ്പോൾ അതിനേക്കാളും ഒരു പടിക്ക് മുകളിലുള്ള തിരക്കായിരുന്നു എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമയ്ക്ക്. കാരണം ടിക്കറ്റ് ഉണ്ടെങ്കിൽ പോലും അത് ഏറ്റവും ഫ്രണ്ടിലത്തെ വരിയിലെ 2-3 ടിക്കറ്റുകൾ മാത്രമായിരിക്കും. 2 ആഴ്ചത്തേക്ക് അടുപ്പിച്ച് എല്ലാ തിയേറ്ററുകളിലും ഹൗസ്ഫുള്ളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സിനിമയ്ക്ക് 325 കോടി എന്ന് പറയുന്നത് ഒരു അതിശയോക്തിയായിട്ട് തോന്നുന്നില്ല. അപ്പം ഒന്ന് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, മോഹൻലാലിനെ നമ്മൾ എൻ്റെ വീഡിയോയിലൂടെ ഞാൻ ചിലപ്പം മോഹൻലാലിനെ എതിർക്കുന്നതല്ല, മോഹൻലാൽ ഫാൻസിനെ എതിർക്കുന്നതല്ല. പക്ഷേ അവരെ തള്ളലുകൾ ഭയങ്കരമായിട്ടുള്ള ഓവറായിട്ടുള്ള തള്ളൽ. ഏതോ ഒരു മിൻറ്റ് മീഡിയ എന്ന് പറഞ്ഞവർ അവർ 70 + 30 കോടി രൂപയാണ് അതിൻ്റെ OTT അവകാശം വിറ്റത് എന്നോ ഇട്ടതിന് അവരിപ്പോൾ നോക്കിക്കൊണ്ട് വന്നിട്ട് 100 കോടി രൂപയാണ് അതിൻ്റെ സാറ്റലൈറ്റ് പ്ലസ് OTT എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സ്വാഭാവികമായിട്ടും അങ്ങനെ ഇല്ലെന്ന് എനിക്ക് ഉറപ്പുള്ള സാഹചര്യത്തിൽ ഞാൻ അതിൻ്റെ എതിരായി വീഡിയോ ഇട്ടു. അല്ലാതെ എമ്പുരാൻ മറ്റേ 100 കോടി അടിക്കുന്നതിലും 200 കോടി അടിക്കുന്നതിലും എനിക്കൊരു അസൂയയോ ഒന്നുമില്ല. കാരണം എന്ന് വെച്ചാൽ എമ്പുരാൻ അല്ലെങ്കിൽ മോഹൻലാലിൻ്റെ തന്നെ പടമായിരിക്കും അടുത്തതിന് ഇനി വരുന്ന സിനിമ. തുടരുമെന്ന് പറഞ്ഞ സിനിമ ഇതിൻ്റെ അപ്പുറം പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ തന്നെ മോഹൻലാലുമായിട്ട് മമ്മൂട്ടിയെ കമ്പയർ ചെയ്യാൻ പറ്റൂല. മമ്മൂട്ടിയുടെ സിനിമകൾ നല്ല സിനിമകൾ ഇറങ്ങുന്നുണ്ട്. മോഹൻലാലിൻ്റെ സിനിമകളെക്കാളും
ഒരു പടിക്ക് മുമ്പിൽ നിൽക്കുന്ന സിനിമകൾ തന്നെയാണ് മമ്മൂട്ടിക്ക് ഇപ്പം ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ മമ്മൂട്ടിക്ക് മോഹൻലാലിൻ്റെ അത്ര മാർക്കറ്റില്ല, അത് നമ്മൾ അറിയേണ്ട കാര്യം തന്നെയാണ്. അതിന് ഏറ്റവും മെയിനായിട്ടുള്ള ഇതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഫാൻസുകാർ തന്നെയാണ്. കാരണം എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അവരെ മോഹൻലാൽ ഫാൻസ് മൊത്തം കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ മമ്മൂട്ടി സിനിമ അങ്ങനെയല്ല, നല്ല സിനിമ അല്ലെങ്കിൽ ഒരു മനുഷ്യനും തിരിഞ്ഞു നോക്കൂല. ഈ ബസൂക്ക എന്ന് പറഞ്ഞ സിനിമ തന്നെ ഒരു ആവറേജിന് മുകളിൽ നിൽക്കുന്ന സിനിമയായിട്ടായിരിക്കും എല്ലാവർക്കും തോന്നിയിട്ടുള്ളത്. പക്ഷെ ആ സിനിമ നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്തിട്ടില്ലെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ ഡൊമിനിക് ആൻഡ് എലിസബത്ത് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ട സിനിമയല്ല. പക്ഷേ എന്നിട്ടും ആ സിനിമയ്ക്ക് ഒരു 19 കോടി രൂപയ്ക്ക് 20 കോടി രൂപയ്ക്കകത്ത് സിനിമ കളക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ കുറച്ചുകൂടെ അതിന് മാർക്കറ്റിംഗ് ഉണ്ടായിരുന്നെങ്കിൽ ഒരു 25-30 കോടി രൂപയ്ക്കകത്ത് കളക്ട് ചെയ്യേണ്ട സിനിമയായിരുന്നു ഡൊമിനിക്. അതുപോലെ തന്നെ ഈ സിനിമ ഒരു 50 കോടി ക്ലബ്ബിൽ കയറാൻ സാധ്യതയുള്ള സിനിമയായിരുന്നു ബസൂക്ക. പക്ഷെ ഒരു മാർക്കറ്റിംഗും ഇല്ലാതെ അല്ലെങ്കിൽ ഒരു ഇതും ഇല്ലാതെ തന്നെ ആ സിനിമയെ തുലച്ചു. ചിലപ്പോൾ ഇപ്പം തന്നെ 25 കോടിക്കകത്തെത്തി, മാക്സിമം പോയി അതൊരു 30 കോടി, അതിന് മുകളിൽ അത് പോകില്ല. പക്ഷെ അത് 50 കോടി ക്ലബ്ബിൽ കയറാൻ എന്തുകൊണ്ട് യോഗ്യതയുള്ള സിനിമയായിരുന്നു എൻ്റെ അഭിപ്രായത്തിൽ, അത് നല്ല മാർക്കറ്റ് കൊടുത്തിരുന്നെങ്കിൽ. അപ്പോൾ ഓക്കെ, നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമന്റ് ബോക്സിൽ ഇടാം. നന്ദി, നമസ്കാരം.